ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് നല്ല പഴമയുടെ സ്റ്റൈലില് നല്ല തേങ്ങയൊക്കെ നല്ല വറുത്ത് നല്ല അരകല്ലിട്ട് അരയ്ക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് ഒരു കറക്കൊക്കെ കറക്കി ഈ പഴയ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി. ഏത് ഇപ്പൊ ഒരുപാട് ചിക്കൻ കറികൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് പലതരത്തിൽ പല വിധത്തിൽ പല രൂപത്തിൽ. എന്നാൽ ഇതിന്റെ ടേസ്റ്റ് ഈ പറയുന്ന ചിക്കൻ കറിക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഏത് അത് വെക്കേണ്ട രീതിക്ക് വെക്കണം കേട്ടോ. നമ്മളെ പറ്റി എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. പഴയ അമ്മച്ചിമാരെ വെച്ച് തരുവാണെങ്കിൽ സംഗതി കിടുക്കൻ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സമയമൊക്കെ എടുക്കും, കുറച്ച് ക്ഷമയൊക്കെ വേണം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, വാ. അപ്പം നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു 8-10 കുഞ്ഞുള്ളി, ഒരു 2 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ എന്നാ നമ്മുടെ മെയിനായിട്ടുള്ള തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നതും വരെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്നും അല്ല, ഒരു 1/4 മണിക്കൂർ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാതെ, അല്ലെങ്കിൽ സംഗതി കഴിഞ്ഞു പോകും. നമുക്ക് നേരെ എല്ലാം കൂടെ വാരിയ മിക്സിക്കകത്തോട്ടൊന്ന് തട്ടി അങ്ങ് ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് 2 കറക്ക് ഇറക്കണം. കറക്കിറക്കിയിട്ട് ഇത് നല്ല കുഴമ്പ് പരുവത്തിൽ അരഞ്ഞ് വരണം. ഇത് നല്ലൊരു ചാറ് പോലെ, എനിക്ക് അത്രയും ചാറ് പോലെ കിട്ടിയില്ല. എന്തോ ഞാൻ അരച്ചിട്ട് അതൊന്ന് തുറന്നപ്പോൾ എനിക്ക് മറ്റേ നമ്മളെ ഈ അരിയുണ്ട ഉണ്ടാക്കത്തില്ലേ, അരിയുണ്ടയുടെ ഒരു സ്മെല്ലാണ് കിട്ടിയത്. എങ്ങനെയാലും സംഗതി ഉള്ളായിരുന്നു. അപ്പോൾ അത് 2-3 പ്രാവശ്യം തുറന്നും നല്ല സ്പൂൺ ഇളക്കിയും ഒക്കെ ആയിട്ട് ഒരു 3-4 പ്രാവശ്യം അരച്ചാലേ നല്ല രീതിക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് സംഗതി അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ആ തേങ്ങ വറക്കാനെടുത്ത ചട്ടിയിലോട്ട് തന്നെ ഇച്ചിരി, അതിനകത്ത് തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അതിനായിട്ട് ഇച്ചിരി നല്ല എണ്ണ അങ്ങ് ഒഴിച്ചിട്ട് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് നമ്മുടെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 5-6 വെളുത്തുള്ളിയും, ഒരു ചെറിയ നീളമുള്ളൊരു ഇഞ്ചിയും കൂടെ അങ്ങ് എടുത്തിട്ട് ഇച്ചിരി പച്ചമുളകും കൂടി ഇങ്ങിട്ട് 2 ഇളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നേരെ നമ്മൾ ഇച്ചിരി സവോള, ഒരു 2-3 സവോള കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് വരട്ടി ഇങ്ങോട്ട് എടുക്കണം. നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വരണ്ട് വന്ന ശേഷം നേരെ അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല, ആവശ്യത്തിന് ഇച്ചിരി മുളക് പൊടി, സംഗതി എല്ലാം കൂടി ഇട്ടാൽ പച്ചമുളകൊക്കെ മാറുന്ന പരിപാടി എടുത്ത് കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ സവോളയ്ക്ക് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഒരു ഒറ്റ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ചിക്കൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതെല്ലാം കൂടി അതിലോട്ട് അങ്ങ് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി, നല്ല തീയൊക്കെ നല്ല ഇച്ചിരി കൂട്ടി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒരു ആവശ്യത്തിന് ഒരു 1.5 കപ്പോളം വെള്ളം, ഇച്ചിരി വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. ഗുളുഗുളു. അപ്പം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി തിരിച്ച് വെച്ചേക്കുന്ന മറ്റേ മസാലയില്ലേ, അതിലോട്ടൊന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഒരു 10-20 മിനിറ്റോളം ഓരോ സ്ഥലത്തിനും ചിക്കന് പല വേവാണല്ലോ. അപ്പോൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വറുത്തരച്ച സൂപ്പർ ചിക്കൻ കറി റെഡി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.